ശ്രീ അനിൽ, അയ്യപ്പ ഭക്തന്മാർക്കാണ് മുൻഗണന എന്നു തൊട്ടാണ് ഈ ഒരു ക്രൈറ്റീരിയയും മാനദണ്ഡവും ഒക്കെ പിണറായി സർക്കാർ കൊണ്ടുവന്നത്. ഇരുമുടിക്കെട്ട് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളൊക്കെ ഇതേ ജനം ടി വിയുടെ സ്ക്രീനിലൂടെ ലക്ഷോപലക്ഷം ഭക്തർ കണ്ടതാണ്. എന്ന് തൊട്ട് എങ്ങനെയാണ് ആ മാറ്റം? ശബരിമലയുടെ പ്രവേശന കവാടമായ ഈ ചെങ്ങന്നൂരിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ച ജനം ടി വിയോട് ആദ്യമേ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ശ്രീ ശശികുമാർ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഇതിനകത്ത് 3 പേര് അഭിഭാഷകരായതുകൊണ്ട് എനിക്ക് തോന്നിയൊരു തമാശ, ഈ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ വികസനത്തിനെ പറ്റിയും പരിഷ്കാരങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യാൻ ന്യായാധിപന്മാർ ഒരു ആഗോള അല്ലെങ്കിൽ അഖില ഭാരതീയ തലത്തിലൊരു സംഗമം അല്ലെങ്കിൽ ഒരു യോഗം നടത്തുകയാണെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് കുർവാ സംഘത്തിൻ്റെ നേതാവാണ് എങ്കിൽ എപ്രകാരം ഇരിക്കും? അതേപോലെ തന്നെയാണ് ശബരിമല എന്താണെന്നറിയാത്ത, ഇരുമുടിക്കെട്ട് എന്താണെന്നറിയാത്ത, 18-ാം പടി എന്താണെന്നറിയാത്ത, അല്ലേ 18-ാം പടിയുടെ പ്രാധാന്യം അറിയാത്ത, ശബരിമല പൂങ്കാവനം എന്താണെന്നറിയാത്ത, സനാതന സംസ്കാരം ഒരു വൈറസാണ് എന്ന് പറഞ്ഞ ആ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ ആൾക്കാർ CPM-നെയും അല്ലെങ്കിൽ DMK മാത്രം കുറ്റം പറയേണ്ടതല്ല. ബഹുമാനപ്പെട്ട ശ്രീകുമാർ ഇവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ ഇന്ത്യ മുന്നണിയുടെ ആൾക്കാരാണ്. DMK ഉൾപ്പെടെയുള്ള കക്ഷികളെല്ലാം ഇന്ത്യ മുന്നണിയാണ്. അവരുടെ പ്രഖ്യാപിതമായ നയം എന്താണ്? സനാതന സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുക, സനാതന സംസ്കാരത്തെ ഏതെങ്കിലും രീതിയിലൊക്കെ നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി നടത്തുന്നൊരു സംഗമമാണ്. നമ്മൾ നോക്കുക, കേരളത്തിൽ ധാരാളം സംഗമങ്ങൾ നടന്നിട്ടുണ്ട്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയിട്ടുണ്ട്. 2-3 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി തിരുവനന്തപുരത്ത് ഒരു ആഗോള കായിക സംഗമം നടത്തി. ഏകദേശം 18 കോടി രൂപയായിരുന്നു ആ സംഗമത്തിന് വേണ്ടി ചെലവഴിച്ചത്. അതിനുശേഷം ലോകമെമ്പാടും നിന്നും കോടിക്കണക്കിന് രൂപ ഈ കൊച്ചു കേരളത്തിലെ കായിക വികസനത്തിന് വരുമെന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതേപോലെ തന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ കാലത്തുമൊക്കെ നടത്തി. കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് ഈ നിക്ഷേപ സമാഹരണത്തിന് വേണ്ടി ഏകദേശം 10-20 രാഷ്ട്രങ്ങളാണ് സന്ദർശിച്ചിട്ടുള്ളത്. അദ്ദേഹവും മോളും ഭാര്യയും കൊച്ചുമോനോടെ നടത്തിയിട്ടുള്ള യാത്രകളുണ്ട്. ഒരൊറ്റ നയാ പൈസ കേരളത്തിലെ വികസന കാര്യത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശ പ്രകാരം എടുത്തിട്ടുള്ള രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ശുദ്ധമായ തട്ടിപ്പാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഭക്തൻ ആരാണ്, ഭക്തി എന്താണ് എന്നറിയാത്ത ഒരു വിഭാഗമുണ്ട് എങ്കിൽ അത് CPM തന്നെയാണ്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അവരുടെ നയപരിപാടി എന്താണ്? CPM അല്ലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്. സമൂഹത്തിലെ യാതൊരു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കി എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുക എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ. ഇന്ന് അതാണോ അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? പൈസയുടെ അടിസ്ഥാനത്തിൽ 3 കോടിയുള്ളവന് ഡയമണ്ട്, 2 കോടിയുള്ളവൻ, 1 കോടിയുള്ളവൻ, 1 ലക്ഷം ഉള്ളവൻ എന്നുള്ള ക്ലാസ് തിരിച്ചുകൊണ്ട് ശബരിമലയിലെ അയ്യപ്പന്മാരായിട്ട് ഈ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരെ മാത്രം സ്വാമിയുടെ മുമ്പിൽ അവതരിപ്പിക്കത്തക്ക രീതിയിലേക്ക് അധപ്പതിച്ചൊരു സംസ്കാരം. ഒരു കാര്യം കൂടെ നമ്മൾ സൂചിപ്പിക്കണം. എല്ലാ കാലത്തും ഒരു സന്തോഷമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഈ അയ്യപ്പ സംഗമം നടത്തുകൊണ്ട് ഒരു വ്യക്തിപരമായ സന്തോഷമുണ്ട്. നമ്മൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ പറ്റി പറയുമ്പോൾ അവർ ഒരു കാലത്ത് ഏതിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതിനെയൊക്കെ സ്വീകരിച്ച ഒരു ചരിത്രം ആ പാർട്ടിക്കുണ്ട്. CPM എന്ന് പറയുന്ന ചരിത്രപരമായ മണ്ടത്തരം എന്ന് തന്നെയാണ് അതിൻ്റെ പൂർണ്ണരൂപം. വേറെ പൂർണ്ണരൂപമൊന്നും പറയാൻ സാധിക്കില്ല. കേരളത്തിലെ കാർഷിക വികസനത്തിന് വേണ്ടി ട്രാക്ടർ കൊണ്ടുവന്നപ്പോൾ എതിർത്തതാരാണ്? കേരളത്തിലെ തൊഴിൽ രംഗത്തിന് അല്ലെങ്കിൽ പ്രാബല്യം കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്ന കമ്പ്യൂട്ടർവൽക്കരണത്തെ എതിർത്തതാരാണ്? ഇവിടുത്തെ രാമായണ മാസാചരണത്തെ എതിർത്തതിന് ശേഷം ഇപ്പോൾ പഴയ മന്ത്രിയായിട്ടുള്ള നമ്മുടെ പഴയ G. സുധാകരനും പ്രതിഭാ ഹരിയും ഒക്കെ ഇപ്പോൾ കർക്കിടകത്തിലെ 30 അല്ല 35 ദിവസവും രാമായണം വായിക്കുകയും ദേശാഭിമാനി പത്രത്തിൽ ലേഖനങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അഷ്ടമിരോഹിണിയും ശ്രീകൃഷ്ണ ജയന്തിയെ എതിർത്തതാരാണ്? അവരൊക്കെ തന്നെയാണ് ഇന്ന് അമ്പാടിമുക്കിലെ കണ്ണൂരിലെ ഒക്കെ തന്നെ ഈ ഇതേപോലെ ശ്രീകൃഷ്ണ ജയന്തികൾ നടത്തുന്നത്. ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേകത, യാതൊരു വിധമായ ധാർമ്മികതയുമുള്ള വ്യക്തികളല്ല ഇന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത്. ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിച്ചതിന് ശേഷം ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരികയാണെങ്കിൽ ചാടിപ്പോയിട്ടുള്ളവരാണ്. കണ്ണൂരിലെ മലബാർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റായ വാസു മാസ്റ്റർ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന PS പ്രശാന്ത് മാസങ്ങൾക്ക് മുമ്പ് വരെ KP ശ്രീകുമാറിൻ്റെ പാർട്ടിയുടെ നേതാവായിരുന്നു. MR മുരളി കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്നു. ഒരു കാലത്ത് പാർട്ടിയിൽ നിന്ന് പിണങ്ങി മാറുന്ന വ്യക്തിയാണ്. ഇത്തരത്തിൽ ധാർമ്മികതയുള്ള വ്യക്തികളാൽ നയിക്കപ്പെടുന്നൊരു പ്രസ്ഥാനം അല്ലാത്തത് കൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ അടുത്ത കുറേ കാലം കഴിയുമ്പോൾ പിണറായി ആയിക്കൊള്ളട്ടെ, വാസവനായിക്കൊള്ളട്ടെ, എല്ലാവരും
ഇരുമുടി കെട്ടുവേന്തിക്കൊണ്ട് ശബരിമലയിൽ ദർശനം നടത്തുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല. ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ അവസരം അവസാനിപ്പിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു വിധമായ പുലബന്ധവും ഉള്ളവരല്ല. അവർക്ക് യാതൊരു ധാർമ്മികതയും ഇത്തരത്തിലുള്ളൊരു സംഗമം വിളിച്ചുകൂട്ടാൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായ കാര്യം. യെസ്.